വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ സാദാത്യങ്ങൾ, ഈ മഹത്തായ ഹുബ്ബുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹത്തായ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകുന്ന ഹാഫിള് ഇല്ലാ സഖാഫി മാടന്നൂർ ഉസ്താദ്, മറ്റുള്ള പണ്ഡിതന്മാർ, ഓൺലൈനിലും ഇവിടെയും ഒരുമിച്ച് കൂടിയ മുതഅല്ലിമീങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹു നമ്മുടെ ഈ സംഗമം നാളെ ആഖിറത്തിൽ ഉപകാരപ്രദമായ അമലുകൾ പെടുത്തി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാ. ഈ മഹത്തായ ഹുബ്ബുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. സന്തോഷം ഉണ്ടാകേണ്ടതും ഉണ്ടാക്കി തീർക്കുന്നതുമാണ് എന്ന് നമുക്കറിയാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് ആളുകളെ ശരിയായ നിലയ്ക്ക് ക്ഷണിക്കുകയും ആത്മീയമായി വളരെ പിന്നോക്കമുള്ള ലോക ജനങ്ങളെ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ എല്ലാ കാര്യത്തേക്കും ക്ഷണിച്ചും കൊണ്ട് ഈ മജ്ലിസ് ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇല്ലാ സഖാഫിക്ക് ഒരു സ്വഭാവമുണ്ട്. ആദ്യമായി അദ്ദേഹത്തിന്റെ ഉസ്താദുമാരോട് മുഷാവറ ചെയ്യുകയാണ്. അങ്ങനെ മഹാനായ ശൈഖുന പേരോട് ഉസ്താദ് അടക്കം മറ്റുള്ള ഉസ്താദുമാർ, ശൈഖുന കാന്തപുരം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മഹാനായ ശൈഖുന എ.പി. ഉസ്താദോട് വരെ പൊരുത്തം വാങ്ങി തുടങ്ങിയത് കൊണ്ട് അൽഹംദുലില്ലാ പേടിക്കേണ്ടതില്ല. കാരണം ഇന്ന് എന്ത് നന്മകൾ ചെയ്താലും അതിനെ ചോദ്യം ചെയ്യുകയും വേണ്ടാത്ത വിഷയങ്ങളൊക്കെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അത്തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് നമ്മുടെ മജ്ലിസും നാമുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്കും അല്ലാഹു വലിയ കാവല് നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇതിലൂടെ ധാരാളം ദിക്റുകൾ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ചൊല്ലുകയാണ്. എന്തൊരു സന്തോഷമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, മസലുൽ ഹയ്യില്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു മസലുൽ ഹയ്യി വൽ മയ്യിതി ശഫീഉനാ റസൂലുള്ളാഹി. ഒരു ജീവനുള്ള ഒരാളെ ഉപമ ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, എങ്ങനെയുള്ള ജീവനുള്ള മനുഷ്യൻ, എങ്ങനെയുള്ള ജീവനുള്ളവർ, അല്ലദീ യദ്കുറു റബ്ബഹു, റബ്ബിനെ നന്നായി സ്മരിക്കുകയാണ്, റബ്ബിനെ ഓർക്കുകയാണ്, റബ്ബിനിക്ക് ദിക്ർ ചൊല്ലുകയാണ്,
വല്ലദീ ലാ യദ്കുറു, ജീവനുണ്ട് പക്ഷേ അല്ലാഹുവിനെ സ്മരിക്കാൻ അവനെ കിട്ടുന്നില്ല, ദിക്റിന്റെ മജ്ലിസിൽ അവനെ കാണുന്നില്ല, അതുപോലെ ഹദ്ദാദിന്റെ മജ്ലിസിൽ അവനെ കാണുന്നില്ല, അതുപോലെ തന്നെ മരണപ്പെട്ട വീട്ടിലതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്വന്തം മരണപ്പെട്ട വാപ്പക്ക് ചൊല്ലുമ്പോൾ, ഉപ്പാപ്പാക്ക് ചൊല്ലുമ്പോൾ അവനതാ മാറി നിൽക്കുകയാണ്. അതെന്തിനാണ്? വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തെല്ലാം ഓതുകയാണ്. അങ്ങനെ മരിച്ചവർക്ക് ഉപകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ നിന്ന്, അതുപോലെ തന്നെ ആത്മീയമായ മജ്ലിസിൽ നിന്ന് ആ ജീവനുള്ള മനുഷ്യൻ മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മാറി നിൽക്കാതെ ദിക്റ് ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഹബീബായ മുത്തനബി തങ്ങൾ പറയുകയാണ്, അവരുടെ ഉദാഹരണം മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ള ഒരു മനുഷ്യന്റെയും മരിച്ചു പോയിരിക്കുന്ന ഒരു മനുഷ്യന്റെയും ഉപമയാണെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീർഘമായി സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ മഗ്രിബോട് കൂടെ ഇൻഷാ അല്ലാഹ് നാം എല്ലാം കാത്തിരിക്കുന്ന മഹാനായ ശൈഖുനാ പേരോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവിടുത്തെ വഅലാണ് നാം ആഗ്രഹിക്കുന്നത്, അവിടുത്തെ വഅല് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകട്ടെ. മഹാനായ ശൈഖുനാ കുറ്റ്യാടിയിൽ നമുക്ക് വലിയ നേതൃത്വമായ മഹാനായ ഇബ്രാഹിം സഖാഫി ഉസ്താദ്, കൊമ്മോളി ഉസ്താദ്, അവിടുത്തെ സന്തോഷം എന്ന പുസ്തകം നാം എല്ലാവരും വായിച്ചവരാണ്. ഉസ്താദ് എപ്പോഴും എന്ത് ടെൻഷൻ ഉണ്ടായാലും ഉസ്താദിനോട് പോയി, മഹാനായ ഇബ്രാഹിം ഉസ്താദിനോട് പോയി ഒരു കാര്യം പറഞ്ഞാൽ ടെൻഷന് മാറിപ്പോവുകയാണ്. എന്തിനാ ടെൻഷൻ വെക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ ലളിതമായ നിലക്ക് സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ് ഉസ്താദ് സന്തോഷമെന്ന പുസ്തകം എഴുതുകയാണ്. അത് മുതഅല്ലിമീങ്ങൾ വായിക്കണം. കന്നഡത്തിലുമുണ്ട് ഇൻഷാ അല്ലാഹ്, അതുപോലെ മലയാളം അറിയുന്നവർ മലയാളത്തിലുമുണ്ട്. ആ പുസ്തകമൊക്കെ വായിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരാളെ ജീവിതം എങ്ങനെയാണ് സന്തോഷത്തിലാകേണ്ടത്? പല ആളുകളൊക്കെ എപ്പോഴും നോക്കുമ്പോൾ ടെൻഷനുകൾ തന്നെയാണ്. ഒരാളോട് ഞാൻ ചോദിച്ചു, അല്ല എന്താണ് ഹാലെന്ന് ചോദിക്കണ്ട, ഹാല് വല്ലാതെ ഗുൽമാല് തന്നെയാണ് എന്നാണ് ചോദിക്കുന്ന സമയത്ത്, എനിക്ക് വീട്ടിൽ പോയാലും സന്തോഷമില്ല, പുറത്തു പോയാലും സന്തോഷമില്ല, ജോലിക്ക് പോയാൽ കിരികിരി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അതിനൊക്കെ മാർഗം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം വേണമോ? അലാ, അറിഞ്ഞുകൊള്ളണം, അറിയേണ്ടവരൊക്കെ അറിഞ്ഞുകൊള്ളണം. ബിദിക്രില്ലാ, അവിടെ ജാറുമജൂറിനെ മുന്തിച്ചാൽ ബിദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രം, മറ്റൊന്നും കൊണ്ടും കിട്ടൂല. തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തി ഉണ്ടാകുന്നു. അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് ശാന്തി ഉണ്ടാകുന്നു. മുഖ്തസർ അതുപോലെ തന്നെ അതാ നഫായിസുൽ ഉത്ലിയ ഓതിതായ മുതഅല്ലിമീങ്ങൾക്കറിയാം അവിടെ ഹസർ എന്തുകൊണ്ടാണെന്ന്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, നമുക്ക് ദിക്ർ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ധാരാളം ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുകയാണ്, ഒരുപാട് വലിയ മഹാനാണ്. ആ മഹാനവറുകൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി എത്തിയിട്ടുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ വിളിച്ചും കൊണ്ട് പറയുന്നത്? യാ ഇബാദി, ഓ എൻ്റെ അടിമ, ഓ എൻ്റെ അടിമ എന്ന് വിളിച്ചും കൊണ്ട് മക്കളെ വാപ്പ, ഓ എൻ്റെ മകനെ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് പോലെ അതിനേക്കാളും യാ അബ്ദി, ഓ എൻ്റെ അടിമ, ഉദ്കുർനി ബഅദ സുബ്ഹി സഅ, സുബ്ഹിന്റെ ശേഷം ഒരു സമയം നീയതാ എനിക്ക് ദിക്ർ ചൊല്ലണം, എന്നെ ഓർക്കണം. അതുപോലെ തന്നെ വബഅദൽ അസ്രി സഅ, അസ്റിന്റെ ശേഷവും ഒരു സമയം എനിക്ക് ദിക്ർ ചൊല്ലണമെന്ന് അല്ലാഹു എന്നോട് വിളിച്ച് പറയുകയാണ്, ഓരോ അടിമയോട് വിളിച്ച് പറയുകയാണ്. അങ്ങനെ ദിക്ർ ചൊല്ലിയാൽ എന്താണ് ദിക്ർ ചൊല്ലിയാൽ നേട്ടം? അല്ലാഹു പറയുകയാണ്, അക്ഫിക മാ ബൈനഹുമാ, അക്ഫിക നിനക്ക് ഞാൻ മതിയാക്കി തരും.
അദ്കുർനി അവിടെ മുത്താലിമികൾ അദ്കുർനി എന്നെ നിങ്ങൾ ഓർക്കണം. ഓർത്താൽ എന്ന് പറഞ്ഞ അതിന് ലന്നിയായ നിരക്കുള്ള ഒരു ഷർത്ത് ഉണ്ട് ഉള്ളിൽ. അങ്ങനെ നീ ഓർത്താൽ അക്ഫിക, നിനക്ക് ഞാൻ മതിയാക്കി തരും. എന്തിനെ? മാ, ഒരു കാര്യത്തെ. ബൈനഹുമാ, ഈ സുബഹിന്റെയും അസറിന്റെയും ഇടയിലുള്ള ഒരു സമയത്തെ ഞാൻ നിനക്ക് മതിയാക്കി തരും. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ, വല്ല പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, കടങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ടോ, വീടതാ നിർമ്മിച്ച് പൂർത്തിയാകാതെ വിഷയങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മകളെ കെട്ടിച്ചു കൊടുക്കാൻ പ്രയാസങ്ങളുണ്ടോ, ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതെല്ലാം തീർന്നു കിട്ടുമെന്ന് അല്ലാഹു പറയുകയാണ്. രാവിലെയും വൈകുന്നേരം എന്ത് വേണം? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ദിക്ർ ചൊല്ലണം. വലിയൊരു നേട്ടമാണ് നമ്മുടെ ഹുബ്ബുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയ മജ്ലിസ്. രാവിലെ തന്നെ സുബ്ഹാനല്ലാഹ്, എത്ര ഉമ്മമാരാണ് രാവിലെ കടന്നുറങ്ങില്ല. ഉമ്മമാർ നിങ്ങൾ നോക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉമ്മമാര് കടന്നുറങ്ങലില്ല. സുബഹി നിസ്കരിച്ച് അവരൊക്കെ ഖുർആൻ അല്പം ഓതി അതാ സുബ്ഹാനല്ലാഹ് മൊബൈലും എടുത്തും കൊണ്ട് ഹുബ്ബുൽ ഹബീബ് എന്ന ചാനലിൽ കയറുകയാണ്. അവര് ഇതാക്കും സുബ്ഹാനല്ലാഹ് വിർദുൽ ലത്തീഫ് ഫുള്ളായി ചെല്ലുകയാണ്. വിർദുൽ ലത്തീഫ് ഉള്ളായി ചെല്ലുകയാണ്. മഹാനായ ശൈഖ് സൈനി ദഹ്ലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, മഹാനവറുകൾ എത്ര വലിയ മഹാനാണ്. മഹാനവറുകൾ പറഞ്ഞൊരു കാര്യം ഞാനിതാ എല്ലാവരോടും, എന്റെ വഅദ് കേൾക്കുന്നവർ, ഓൺലൈനിലൂടെ കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വലിയ പാഠമാണ്. മഹാനായ ശൈഖ് സൈനി ദഹ്ലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, വഇദാ ഫുഖിദ ശൈഖുൽ മുർശിദു, ഒരു സന്മാർഗം കാണിക്കുന്ന ഒരു ഗുരുനാഥനെ, ഒരു ഷെയ്ഖിനെ ഒരാൾ ഇല്ലാണ്ടാക്കപ്പെട്ടു. ഷെയ്ഖൊന്നും അയാൾക്കില്ല, അയാൾക്ക് ഷെയ്ഖില്ല, ഗുരുനാഥനില്ല, ഒരാളുമില്ല, ഒന്നുമില്ല. അങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ ഫൽ അദ്കാറുൻ നബവിയ്യതു അൽ വാരിദതു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ അഫ്ളലു മിൻ ഗൈരിഹാ. അപ്പൊ ആ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് മുർഷിദായ, അതായത് സന്മാർഗം കാണിക്കുന്ന ഷെയ്ഖ്. ഇന്ന് ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് മുക്കിലും മൂലയിലും സുബ്ഹാനല്ലാഹ് പലതുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയല്ല, പലതും പറഞ്ഞിട്ട് അവരൊക്കെ കാണാനില്ല. നമ്മളെ ദക്ഷിണ കണ്ണൻ ഉണ്ടാവൂല, അത് നടക്കുന്ന വിഷയമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വൈദാ ഫുഖിദ ശൈഖുൽ മുർശിദു, ഒരു മുർഷിദായ സന്മാർഗം കാണിക്കുന്ന ഒരു ഷെയ്ഖിനെ ഇല്ലാണ്ടാക്കപ്പെട്ടാൽ, മഹാനായ സൈനി ദഹ്ലാനി നിങ്ങൾ പറയുകയാണ്, ഫൽ അദ്കാറുൻ നബവിയ്യ, ഹബീബായ മുത്തുനബി തങ്ങൾക്കുള്ള ഹദീസ് ദിക്റുകൾ. എങ്ങനത്തത്? അദ്കാറുൻ നബവിയ്യ അൽ വാരിദതു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന വാരിദ വന്നതായ ആ ദിക്റുകളൊക്കെ ഹിയ അഫ്ളലു മിൻ ഗൈരിഹാ, അതാണ് അഫ്ളൽ മിൻ ഗൈരിഹാ. അതല്ലാത്തതിനേക്കാൾ, മനസ്സിലാക്കണം, അതല്ലാത്തതിനേക്കാൾ അഫ്ളൽ എന്താണ്? ആ വാരിദായ ദിക്റുകളാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് മഹാനായിരിക്കുന്ന സൈനി ദഹ്ലാനി തങ്ങൾ പറയുകയാണ്, വയക്ഫി മിൻഹാ അൽ വിർദുൽ ലത്തീഫ്. പഠിച്ചോളി, വയക്ഫി മിൻഹാ, അതിൽ നിന്ന് മതി അൽ വിർദുൽ ലത്തീഫു, വിർദുൽ ലത്തീഫ് മതി. യക്ഫിന്റെ മാന എങ്ങനെയാണ്? അത് മതി, ധാരാളമാണത്. സുബ്ഹാനല്ലാഹ്. ഫഇന്നൽ അദ്കാറ, നിശ്ചയം ദിക്റുകൾ, അല്ലത്തി ഫീഹി, വിർദുൽ ലത്തീഫിലുള്ള ദിക്റുകൾ ചെറുതൊന്നല്ല. ഈ ഉമ്മഹാത്തുൽ അദ്കാർ, ദിക്റുകൾക്കുള്ള മാതാക്കളാണ്. അവർ ദിക്റുകൾക്കുള്ള ഉമ്മമാരാണ്. എന്താണ് പറഞ്ഞത്? ദിക്റുകൾക്കുള്ള ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ അദ്കാറാണ് യഥാർത്ഥത്തിൽ വിർദുൽ ലത്തീഫ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഹുബ്ബുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഈ മഹത്തായ ആത്മീയ മജ്ലിസിൽ നേതൃത്വം നൽകുന്ന ഇല്ലാ സഖാഫി രാവിലെ തന്നെ വിർദുൽ ലത്തീഫ് ചൊല്ലുന്നു. കാരണം ഹബീബായ മുത്തുനബി നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കണ്ടോ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തികൾക്ക് പടച്ചവനെ അതാ പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രഭാത സമയത്തിലുള്ള ബറക്കത്ത്
വലുതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളം ചൊല്ലാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി സമയങ്ങളൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാന് റളിയല്ലാഹു അൻഹു വിർദുൽ ലത്തീഫിയുടെ വലിയ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മഹത്തായ ദിക്ർ രാവിലെ തന്നെ നമ്മുടെ ഈ ഓൺലൈൻ മജ്ലിസിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇല്ലാ സഖാഫി ഉസ്താദ് നടത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ അത് ഒന്നിച്ചു ചൊല്ലുകയും വളരെ ആത്മാർത്ഥമായി ആ മജ്ലിസിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ ഒരു ഖൈറിന്റെ മേൽ അറിയിച്ചു കൊടുത്താൽ, ഒരു നന്മയുടെ മേൽ ഒരാൾ അറിയിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആ നന്മ പ്രവർത്തിച്ചവനിക്ക് എത്ര പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ആ പ്രതിഫലം പോലോത്തൊരു പ്രതിഫലം ഈ നന്മ ആരാണോ അറിയിച്ചു കൊടുത്തത് അവർക്ക് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. നന്മയിലേക്കാണ്, തിന്മയിലേക്കല്ല. നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല. ലാസിയമാ ആഖിർ സമാനാകുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതാ ദീനീ പ്രബോധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതൊക്കെ വേണ്ട എന്ന് പറയുന്നവർ സുബ്ഹാനല്ലാഹ് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയും അതാ ഈമാനുള്ളവർക്കുള്ള ഹൃദയത്തെ അതാ ഈമാനിൽ നിന്ന് അതാ തെറ്റിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന നല്ല ഒരു വിഭാഗം ആളുകൾക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നന്മ കൊണ്ട്, നല്ല കാര്യങ്ങളെ കൊണ്ട് അവർ കൽപ്പിക്കുകയാണ്, ചീത്ത കൊണ്ട് വിരോധിക്കുകയാണ്. അങ്ങനെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കൊണ്ട് വിരോധിക്കുന്ന ആളുകൾ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം കൈവരിച്ചവർ, അവർ തന്നെയാണ് വിജയിച്ചവരെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ നല്ല ഇഖ്ലാസോടുകൂടെ എന്റെ ഉമ്മമാരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാം മജ്ലിസിലിരിക്കുമ്പോൾ ആത്മാർത്ഥമായി മജ്ലിസിലിരിക്കണം. നല്ല നിലക്ക് ദിക്ർ ചൊല്ലണം. ആ ദിക്റെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഹാഫിദ് ഇല്ലാ സഖാഫി ഉസ്താദ് നല്ല നസീഹത്ത് പറയുകയാണ്. ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. ആ നസീഹത്ത് പറയുമ്പോൾ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, മുഞ്ഞാന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം പറഞ്ഞതല്ല. ഓരോ ദിവസവും പുതിയ പുതിയ ഇൽമുകൾ, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകൾ, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട ആയത്തുകളെ വിശദീകരിച്ചും കൊണ്ട് പറയുമ്പോൾ അത് ഒരുപാട് പഠിക്കാനുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ അത് ശരിയായ നിലക്ക് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് നല്ല നിലക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിലെല്ലാം നാം സഹകരിക്കുന്നവരാണ്, സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആദ്യ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് മാത്രമാണ്. അതല്ലാത്ത ഒരാൾക്കും ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എത്ര വലിയ ആളായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ചെറിയ വിഷയമല്ല. എത്ര ആളുകളാണ് ഏതെങ്കിലും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്ന ആളുകളെ വെറുതെ ഇല്ലാതെ സ്നേഹിച്ചും കൊണ്ട് പരാജയപ്പെട്ട വിഷയങ്ങളാണ് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഖദ് ഖാബ മൻ വദ്ദു സുലൈമാ വമയ്യതൻ വലൈലാ വഹിന്ദൻ ലം തനൽഹും അവായിദു. എത്ര ആളുകളാണ് പരാജയപ്പെട്ടു പോയത്. അവർ വദ്ദു സുലൈമ എന്ന പെണ്ണിനെയും ഉമയ്യത്ത് എന്ന പെണ്ണിനെയും ലൈല ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീകളെ സ്നേഹിച്ചും കൊണ്ട് എത്ര ആളുകളാണ് പരാജയപ്പെടുത്തിയത്. ലം തനൽഹും അവായിദു. അവർക്ക് ഒരു ശ്രേഷ്ഠതയും അവർക്ക് എത്തിയിട്ടില്ല. അവർക്ക് ഒരു ശ്രേഷ്ഠതയും ഒരു ഫായിദകളും അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയട്ടെ, മഹാന്മാർ പറയുകയാണ്, മുഹിബ്ബുക ഫിദ്ദാറൈനി യഹ്ലാ തനാലുഹു ഫുതൂഹുൻ നദാ വൽ മത്ലബുൽ മുതബായിദു. ഓ സ്നേഹികളെ, ഹബീബായ മുത്തുനബി തങ്ങളെ സ്നേഹിച്ച മുഹിബ്ബീങ്ങളെ, മുഹിബ്ബുക ഫിദ്ദാറൈനി യഹ്ലാ, നീ സ്നേഹിക്കുന്ന നേതാവ് ഹബീബായ മുത്തുനബി തങ്ങളുണ്ടല്ലോ, ഇരു വീട്ടിലും സുബ്ഹാനല്ലാഹ് ഭാഗ്യം ലഭിച്ചവരാണ്. സാധാരണ ലൈല എന്ന് പറയുന്ന പെണ്ണിനെ പോലെയല്ല, ഹിന്ദെന്ന് പറയുന്ന പെണ്ണിനെ പോലെയല്ല, സുമയ്യ ഉമയ്യത്ത് എന്ന് പറയുന്ന പെണ്ണിനെ പോലെയല്ല. വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ്. തനാലുഹു ഫുതൂഹുന്നദാ, ഔദാര്യമാകുന്ന എല്ലാ വിഷയങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നേതാവാണ്. ഏത് ഔദാര്യം വേണമോ അത് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള മഹാനാണ് ഹബീബായ മുത്തുനബി തങ്ങൾ. പോരാ, വൽ മത്ലബുൽ മുതബായിദു, വിദൂരത്ത് നിൽക്കുന്ന ആഗ്രഹങ്ങളില്ലേ, സുബ്ഹാനല്ലാഹ്, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നതാ വിദൂരമായിരിക്കുന്ന ആഗ്രഹങ്ങളെ അത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നേതാവാണ് ഹബീബായ മുത്തുനബി തങ്ങൾ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മഹാനായ ഇബ്രാഹിം ഉസ്താദ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇല്ലാസ് സഖാഫിയുടെ പ്രസംഗമുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കലല്ലാതെ സ്നേഹിക്കലല്ലാതെ നമുക്ക് രക്ഷയില്ല. കണ്ടില്ലേ, ഹബീബായ മുത്തുനബി തങ്ങളൊരു സ്വഹാബി ഉണ്ടായിരുന്നു, അറിയുന്ന ചരിത്രമാണ്. അതേ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, എത്ര വലിയ ഭാഗ്യം കിട്ടിയ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി തങ്ങളെ മദീനത്തേക്ക് പോകുന്നു. റസൂലുള്ളാഹി തങ്ങളെ കൂടെ തുടർന്ന് നിസ്കരിക്കുന്നു. അവിടുത്തെ ഇൽമില്ലദാ ഒരുമിച്ച് കൂടുന്നു. അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. പള്ളിയിൽ പോയാൽ തിരിച്ചു വരാൻ, വീട്ടിലേക്ക് പോകാൻ വലിയ മടിയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഒരു കൊല്ലം ദർസിൽ ഓതിയപ്പോൾ, 2 കൊല്ലം ഓതിയപ്പോൾ എനിക്ക് ആ ഉസ്താദ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉസ്താദുമാരോട് ചോദിക്കാതെ പോകുന്ന മുതഅല്ലിമല്ല.
സുബ്ഹാനല്ലാഹ്. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് ഏതെങ്കിലും ഉസ്താദുമാരോട് ചോദിക്കാതെ മറ്റൊരു ദർസിലേക്ക് പോയാല് ആ ദർസിൽ കഷായം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ആ ഉസ്താദ് ഇൽമതാ ഒഴിച്ചു കൊടുക്കുമെന്നാണോ? അധ്വാനിക്കാതെ ഒരാൾക്കും ഒരു ഇൽമ കിട്ടൂല. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അറിയില്ലേ, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ശിഷ്യത്വം സ്വീകരിച്ച സൗബാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങുന്നില്ല. മടങ്ങിയാൽ തന്നെ വളരെ സ്പീഡോടുകൂടെ മദീനത്തേക്ക് പോവുകയാണ്. എന്തിനാ പോകുന്നത്? ഹബീബായ മുത്തുനബി തങ്ങൾക്കുള്ള ശറഫാകപ്പെട്ട മുഖം കാണാനാണ്. ഹുബ്ബുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഈ മജ്ലിസിൽ, ആത്മീയ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്കതാ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത് പേരിന് വേണ്ടിയിട്ടല്ല, പ്രസക്തിക്ക് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരാളതാ വലിയ ഓൺലൈനിൽ മജ്ലിസ് നടത്തുന്നെന്ന് പേര് ലഭിക്കാനല്ല. ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ആ മഹബ്ബത്ത് കാണിച്ച് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അറിയില്ലേ, ഒരു ദിവസം അതാ സൗബാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. തിരിച്ചു വരുന്ന സമയത്തിൽ സുബ്ഹാനല്ലാഹ് സ്വഹാബാക്കൾ കാണുന്നു, ഹബീബായ മുത്തുനബി തങ്ങൾ കാണുകയാണ്. എന്താ കണ്ടത്? അവിടുത്തെ മുഖത്തിന് വല്ലാത്ത പകർച്ചയാണ്. അവിടുത്തെ മുഖമതാ വല്ലാത്ത വിവർണമാണ്. വലിയ പ്രയാസത്തിലാണ്, ടെൻഷനിലാണ്. ശരീരങ്ങൾ മെലിഞ്ഞു പോയിട്ടുണ്ട്. ഹബീബായ മുത്തുനബി തങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ ശിഷ്യനായ സൗബാൻ തങ്ങളോട് ചോദിക്കുന്നു, അല്ല സൗബാൻ, എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നേരത്തെ പോകുമ്പോൾ പുഞ്ചിരിയോടുകൂടെ ഇറങ്ങിപ്പോയ സൗബാനെ വീട്ടിൽ നിന്ന് ഇതാ ഇവിടത്തേക്ക് വരുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കരഞ്ഞും കൊണ്ട് അതാ വല്ലാത്ത വിഷമത്തോടുകൂടെ ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞു പോകാൻ കാരണം, ഞാൻ ടെൻഷൻ അടിക്കാൻ കാരണം മറ്റൊന്നുമല്ല. എന്റെ നേതാവിന്റെ കൂടെ ഞാൻ ഇരിക്കുകയാണ്. തങ്ങളെ കണ്ടാൽ എനിക്ക് സമാധാനമാണ്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാൽ വളരെ പെട്ടെന്നായി നബി തങ്ങളെ കാണാൻ ഞാൻ വരാറുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ ഞാനതാ ഞാൻ ആഖിറം ഓർത്തുപോയി നബിയേ. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ആഖിറം ഓർത്തപ്പോൾ ഞാൻ ചിന്തിച്ചത്, നബിയേ, ഞാൻ ഈമാൻ കിട്ടി മരിച്ചാൽ, മരണപ്പെട്ടാൽ, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ നബിയേ, തങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. കാരണം തങ്ങളെ പദവി അമ്പിയാക്കളെ പദവിയാണ്, വലിയ പദവിയാണ്. ഈ സാധുവായ സൗബാന് സ്വർഗത്തിലെത്തിയാൽ അടിമകൾ താമസിക്കുന്ന താഴ്ന്ന പദവിയിൽ ഞാൻ താമസിക്കുമ്പോ എനിക്ക് ദുനിയാവിൽ തന്നെ വിധങ്ങളെ കണ്ടതുപോലെ, അവിടുത്തെ മുഖം കണ്ടതുപോലെ എനിക്ക് കാണാൻ കഴിയില്ല നബിയേ. എന്നിട്ട് മഹാനായ സൗബാൻ തങ്ങൾ പറയാണ്, ഒരു പക്ഷേ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയാതെ ഞാൻ നരകത്തിൽ കടന്നുപോയാൽ ഒരു കാലത്തും തങ്ങളെ മുഖം എനിക്ക് കാണാൻ കഴിയില്ല. അതോർത്തും കൊണ്ടാണ് ഞാൻ കരയുന്നത് നബിയേ, ഞാൻ ടെൻഷൻ അടിക്കുന്നത് നബിയേ. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾ അതാ അവിടുത്തെ ശറഫാകപ്പെട്ട തലയൊന്ന് താഴ്ത്തിപ്പോയി. ആ സമയത്തിലാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നും കൊണ്ട് ആയത്തുമായി ഇറക്കി അല്ലാഹുവിന്റെ റസൂലിന് ഓതിക്കൊടുക്കുന്നു നബിയേ, തൗബാനിന് ഓതിക്കൊടുക്കു നബിയേ. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ അവർ അല്ലാഹു അനുഗ്രഹം കൊടുത്ത മഹത്തുക്കളുണ്ട്. അത് മിനൻ നബിയീൻ നബിമാരാൽ, വസ്സുദ്ദീഖീൻ സിദ്ദീഖീങ്ങളാൽ, വശുഹദാഇ വസ്സാലിഹീൻ ശുഹദാക്കളും സ്വാലിഹീങ്ങളെ കൂടെയാണ്. ഓതിക്കൊടുക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്ത് സൗബാനോട് പറയുകയാണ്, സൗബാനെ പേടിക്കണ്ട, അല്ലാഹുവിനെയും റസൂലിനെ അനുസരിച്ച കാരണം കൊണ്ട് എന്നെ കൂടെ സ്വർഗത്തിൽ നമുക്ക് കാണാം, ദുഃഖിക്കേണ്ടതില്ല. ഹുബ്ബുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹത്തായ ഓണ്ടയിൽ ആത്മീയ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ റസൂലിനെ കൂടെ റസൂലുള്ളാഹിന്റെ ഒപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മജ്‌ലിസ് എന്ന് ഓർമ്മപ്പെടുത്തി ഈ മജ്‌ലിസിനെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഇതിന് ഒത്താശ ചെയ്യുന്നവർ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഈ 3 വർഷത്തിന്റെ അതാ വാർഷികമാണ് ഇന്ന്. പടച്ചവനെ, ഈ 3 വർഷത്തിലൂടെ ഇതിന്റെ തുടക്കത്തിൽ അധ്വാനിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്. പല ആളുകളും ഇന്നതാ മരണപ്പെട്ടു പോയി. എന്റെ വന്യരായ പിതാവ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മഹാനവറുകളോട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ മജ്‌ലിസ്, ആത്മീയമായ മജ്‌ലിസ് തുടങ്ങിയിട്ടുള്ളത്. ആ മഹാനവറുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഗുരുവന്മാരിൽ പല ആളുകളും മരണപ്പെട്ടു പോയി. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും ആശംസകളും നേർന്ന് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി. അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي بالمصطفى